അടിമാലിയിലെ മറിയക്കുട്ടി ഗതികേടിന്റെ ഒരു പിച്ചപാത്രം എടുത്ത ആ സമരത്തണ്ടലിൽ ഇറങ്ങുന്നതിന് മുന്നേ സർക്കാരിനും ജനത്തിനും അറിയാം അത്തപ്പാടി മനുഷ്യർക്ക് ആകെ ആശ്രയമായ പെൻഷൻ മുടങ്ങിയിട്ട് മാസങ്ങളായെന്നും ആയിരങ്ങൾ അനുഭവിക്കുന്നത് ആത്മഹത്യയുടെ വക്കിലെ നരകയാതനയാണെന്നും ആ യാതനകൾക്കൊടുവിൽ കോഴിക്കോട്ടിലെ മനുഷ്യനൊരു ഭിന്നശേഷിക്കാരൻ കഴുക്കോലിൽ തൂങ്ങി നിൽക്കുന്ന കാഴ്ച കണ്ട മരവിപ്പിലാണ് കേരളം. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നൊരുതരം യാന്ത്രിക ഭാഷയിൽ ആഴ്ചയിൽ ഒന്നുവെച്ച് വാർത്താമുറിയിൽ ഞങ്ങൾ പറയുമ്പോഴും ആഴ്ചകൾക്ക് മുൻപ് 77-കാരൻ വയോധികൻ വടിയും കുത്തിപ്പിടിച്ച് ചക്കിട്ടപ്പാറ പഞ്ചായത്തിന്റെ പടികേറി കരഞ്ഞതാണ്. അധികാരികളെ, നിവൃത്തിയില്ലാത്തവനാണ്, പണിക്ക് പോകാൻ പാങ്ങില്ലാത്തവനാണ്, 47 വയസ്സുള്ളൊരു മകൾ കിടപ്പ് രോഗിയാണെന്നും മരുന്ന് വാങ്ങാനടക്കം ആ പെൻഷൻ കിട്ടിയില്ലെങ്കിൽ വഴി കൊലക്കയറാണെന്നും കരഞ്ഞിട്ടെന്തോ കാട്ടായം കാട്ടിക്കൂട്ടിയ പ്രസിഡന്റ് ഇന്ന് പറയുകയാണ് ആത്മഹത്യക്ക് കാരണം ഒറ്റയ്ക്ക് വീട്ടിൽ ജീവിച്ചതിന്റെ ഏകാന്ത മനോവേദനയാകാം. ഗതികെട്ടൊരുത്തൻ ജീവനൊടുക്കി മരവിച്ച് കിടക്കുമ്പോൾ മര്യാദകേട് പറഞ്ഞ അയാളെ ഇനിയും ആ കസേരയിലിരുത്താൻ ഉളുപ്പുണ്ടോ CPM? അങ്ങേയറ്റം ദൈന്യമായ കണ്ണുകളോട് ജോസഫിന്റെ വിലാപത്തിന് സമാനമായൊന്ന് മാസങ്ങൾക്ക് മാത്രം മുൻപ് കേരളം കേട്ടതാണ്. ഈ സർക്കാരിനെ പരാജയപ്പെടുത്തിയ സഹോദര എന്നൊരു കരച്ചിലോടെ ജീവനൊടുക്കിയ ഒരു കർഷകൻ പ്രസാദ്, അതിനു മുൻപ് രാജക്കൻ. ഒന്നും ആത്മഹത്യകളല്ല, ലക്ഷണമൊത്ത ഭരണകൂട കൊലപാതകങ്ങളാണ്. ആ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ മറ്റു വഴികളില്ലെന്നും കേന്ദ്രം കഴുത്തുമുറുക്കുകയാണെന്നും പറഞ്ഞ് പിടിച്ചുപറിച്ച ഇന്ധനത്തിലെ അധിക നികുതി പണം എങ്ങോട്ടേക്ക് പോകുന്നുവെന്ന് അണാ പൈസ കേരളത്തോട് കണക്ക് നിരത്തണം ധനമന്ത്രി. 5 പൈസയ്ക്കാവതില്ലാത്ത പരമസാധുക്കളുടെ കാര്യം വരുമ്പോൾ മാത്രം ദാരിദ്ര്യം പറയുന്ന സർക്കാരിന്റെ ധൂർത്തുകൾക്ക്, കേരളീയത്തിന് ഇപ്പോഴും എന്തിനെന്നറിയാത്തൊരു നവകേരള ധൂർത്തയാത്രയ്ക്ക് പൊടിച്ച കോടികളൊക്കെ പിന്നെ മരമുലുത്തി ഉണ്ടാക്കിയതാണോ? നട്ടല്ലൊടിഞ്ഞ് മനുഷ്യൻ പെടാപ്പാട് പെടുന്ന ഒരു കാലത്ത് ഒരു ക്രിസ്മസ് വിരുന്നങ്ങ് ഒഴിവാക്കിയാൽ, ഒരു ഫിലിം ഫെസ്റ്റിവൽ അങ്ങ് റദ്ദാക്കിയാൽ ഒരു ആകാശവും ഇടിഞ്ഞു വീഴില്ല. അപ്പൊ പ്രയോറിറ്റിയാണ് പ്രധാനമെന്നും മറിയക്കുട്ടിക്കെതിരെ ചട്ടിമറിയെന്ന് അധിക്ഷേപിച്ച വേട്ടയിൽ കേരളത്തിന് ബോധ്യപ്പെട്ടതാണ്. ദൈ വരുന്ന 26-ന് രാജ്ഭവനിലെ അധികാരിക്ക് കൊടുക്കാൻ സർക്കാരിന്റെ പക്കലുണ്ട് 20 ലക്ഷം. മനുഷ്യർ കൊലക്കയറെടുക്കുന്ന നാട്ടിൽ പൗരപ്രമുഖർക്ക് വിരുന്നൂട്ടാനാണത്ര ലക്ഷങ്ങൾ. അവിടെ ആ കുടുംബനാഥൻ കൊലക്കയറെടുത്ത വീട്ടിൽ പോയി സർക്കാരിനെതിരെ വിരൽ ചൂണ്ടാൻ കെ സുരേന്ദ്രനും BJPക്കും ഇല്ല അരക്കഴഞ്ച് പോലും അവകാശം. ആ ക്ഷേമ പെൻഷനിൽ കേന്ദ്രവിഹിതം തുച്ഛമാണെങ്കിലും അതുപോലും മര്യാദയ്ക്ക് കൊടുക്കാത്ത കേന്ദ്ര സർക്കാരിന്റെ കയ്യിലുമുണ്ട് സറ പ്രാണന്റെ ചോര. ഏതെങ്കിലും മുതലാളി ചെയ്യാത്ത പണിക്ക് മാസാമാസം മാസപ്പടി കൊടുക്കാനില്ലാത്ത, മരുന്ന് വാങ്ങാൻ 10 രൂപയില്ലാത്ത മനുഷ്യർ കഴുക്കോലുകളിൽ കൊലക്കയർ നിരത്തുമ്പോൾ പെരുമ്പറ കൊട്ടി എഴുന്നള്ളട്ടെ വീണ്ടും ആഘോഷങ്ങൾ, വിരുന്നുകൾ, ഗീർവാണങ്ങളുടെ നവകേരളം. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം.